നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ സർ, ഞാൻ ആ ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിന്റെ അമ്മയാ. ഈ ഭക്ഷണം എനിക്ക് അവനൊന്ന് കൊടുക്കണം. അതിപ്പോ ACP സാർ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതുമല്ല, പുറത്തു നിന്നുള്ളത് അങ്ങനെ. ഇത് കുറച്ച് ഭക്ഷണമല്ലേ? ഞാൻ അവന്റെ അമ്മയല്ലേ? അവൻ കഴിക്കുമെന്ന് അറിയണല്ലോ. മോളെ, എന്താ ഈ കാര്യങ്ങള്? ചന്ദ്രബോസ് അയാളുടെ ഗുണ്ടായസം കാണിക്കാനുള്ള ഒരുക്കത്തില. അയാളെ ഏത് രീതിയിൽ ഒതുക്കിയിട്ടായാലും വിഷ്ണുവേട്ടന് ജാമ്യം വാങ്ങിക്കണം. അപ്പോ ജാമ്യം കിട്ടിയില്ലേ? ഇല്ലമ്മേ, അയാള് തരില്ല. എഴുതി വച്ചിരിക്കുന്ന വകുപ്പുകളെല്ലാം ആ രീതിയിലാ. പകയ അയാൾക്ക് എന്നോടും വിഷ്ണുവേട്ടനോടും സത്യാമ്മയോടും അതയാൾ നന്നായിട്ട് കാണിക്കുകയും ചെയ്യും. അയാള് ACP അല്ലേ മോളെ? കളക്ടർ പറയുന്ന കേട്ട് നിയമം നടപ്പാക്കേണ്ട ആള്. പക്ഷെ അയാളുടെ അധികാര പരിധിയിലൊന്നും നമുക്ക് ഇടപെടാനാവില്ല. അവിടെ അയാള് നിയമത്തിന്റെ പിൻബലം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. വീണ് കിട്ടിയ ഒരു അവസരം അതയാള് പാഴാക്കില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും മോളെ? ഒരു വഴി അടയുമ്പോ 100 വഴികൾ തുറന്നു കിട്ടുമേ. നമ്മൾ നോടി നടക്കണമെന്നേ ഉള്ളൂ. മോളെ, തലയിലെ മുറിവ് കാര്യമാക്കാതെ നിന്റെ ഈ ഓട്ടം. നീ അത് മറക്കണ്ട. നീ ആരോഗ്യത്തോടെ ഇരുന്നാലേ വിഷ്ണുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സത്യാമ്മയുടെ കാര്യം നിനക്കറിയാലോ. വായി തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറയുന്നല്ലാതെ കാര്യഗൗരവത്തോടെ ഒരു കാര്യം ചെയ്യാനാവില്ല. ആരെങ്കിലും വെറുപ്പിക്കാനാണെങ്കിൽ വെടുപ്പായിട്ട് ചെയ്യുകയും ചെയ്യും. അല്ല മോളെ, വിഷ്ണു എന്തു പറയുന്നു? പാവം, ചന്ദ്രബോസിന്റെ പരിഹാസങ്ങളൊക്കെ കേട്ട് കടിച്ചു പിടിച്ച് നിൽക്കുക. വയ്യമ്മ, മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ അത്രയ്ക്ക് തകർന്ന അവസ്ഥയല്ല വിഷ്ണുവേട്ടൻ. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴേ നമ്മുടെ ആത്മനിയന്ത്രണം വിടും. പിന്നെ ഇങ്ങനൊരു കൊലക്കുറ്റമൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോ ആരായാലും തകർന്നു പോവില്ല മോളെ. സ്റ്റേഷനിലെ സഹകരണമൊക്കെ ചന്ദ്രബോസിന്റെ നിയന്ത്രണത്തിലേ നടക്കൂ. അവിടുത്തെ SI ഒരു സഹായമാ. പക്ഷെ അയാളെ കൊണ്ട് ചന്ദ്രബോസ് ഒന്നും ചെയ്യിക്കില്ല. ദ്രോഹിക്കാവുന്നവന്റെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാ അയാൾ ഈ കേസിന്റെ ചാർജ് മൊത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. മോളെ, ഈ വിഷ്ണുവിന്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നമുക്ക് ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അതും ചന്ദ്രബോസിന്റെ അനുമതി ഉണ്ടെങ്കിലേ നടക്കൂ. പിന്നെ എന്റെ പ്രത്യേക താല്പര്യപ്രകാരം എന്തെങ്കിലും ചെയ്യാം. അതിനാ ഞാനിപ്പോ വന്നേ. കഴിക്കാൻ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ എടുക്ക്. അങ്ങനെ വിശപ്പ് പിടിച്ചു നിർത്തി ശീലമുള്ള ആളൊന്നും അല്ല. ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിക്കുന്ന പ്രകൃത. ഇതിപ്പോ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയില്ല. സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവൻ ഈശ്വരൻ കരുത്തു കൊടുക്കും. മോള് വിഷമിക്കാതെ. പിന്നെ വിഷ്ണുവിന് ചുറ്റുമുള്ള ശത്രുക്കളുടെ കാര്യം അത് ഈശ്വരൻ നോക്കിക്കോളും. അധികാരമേ ചിലർക്കൊക്കെ അഹങ്കാരമാ. ആ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഈശ്വരനെ കൊടുക്കാൻ കഴിയും. നീ പ്രാർത്ഥിക്ക്. എന്നിട്ട് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്തും ആരോഗ്യം തരണേന്ന് പറയും. ശാന്തേ, ഒരു കാരിയറില് വിഷ്ണുവിന് കൊടുക്കാനായിട്ട് കുറച്ച് ചോറും കറികളൊക്കെ എടുത്തു വെക്ക്. ശരി. ശാലിനി ഇപ്പൊ അങ്ങോട്ട് പോവും, കൊടുത്തുവിടാം. ഞാൻ ഇപ്പൊ എടുക്കാം ശാരദമ്മേ. മോളെ, ഒരു 100 കൂട്ടം കാര്യങ്ങൾ തലയിലേറ്റി നിന്റെ ഈ ഓട്ടം, അത് കാണുമ്പോ ഞാൻ എന്നെ തന്നെ ഓർക്കുന്നത്. ഒരു കൈസഹായത്തിന് പോലും ആരും ഇല്ലല്ലോ മോളെ. അമ്മയ്ക്ക് ആരായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്? ഇത് ചരിത്രം ആവർത്തിക്കുകയാണെന്ന് വിചാരിച്ചാ മതി. അച്ഛനൊന്നും ജയിലിലൊന്നുമല്ല. പക്ഷെ അതിനേക്കാൾ കഷ്ടത്തിലായിരുന്നില്ലേ? ഇതിപ്പോ ലോക്കപ്പില്ലെങ്കിൽ ലോക്കപ്പിലുണ്ടെന്നുള്ളൊരു സമാധാനമുണ്ട്.
ദുഃഖങ്ങൾ കൊണ്ട് കൂടാരം കെട്ടാൻ വിധിക്കപ്പെട്ടവരാ മോളെ നമ്മളൊക്കെ. അറിഞ്ഞുകൊണ്ട് സങ്കടം ഏറ്റുവാങ്ങുന്നു. എന്റെ മക്കളെങ്കിലും രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, ഞാനിനി ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. വരുന്നതൊക്കെ വരട്ടെ, അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാ. അതൊക്കെ പോട്ടെ, നീ വിഷ്ണുവിനോട് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് പറ. അവൻ തളർന്നു പോയാലും അവന് ശക്തി പകരേണ്ടത് നീയാ, നിന്റെ വാക്കുകളാ. ജീവിതത്തിൽ തോൽവികളുണ്ടാവും, പുച്ഛിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്ത പ്രവൃത്തി നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നാള് നമ്മളെ തേടി വിജയം വരും. അത് ഉറപ്പാ. ഇത് വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമ്പഴപ്പുളിശ്ശേരിയാ. ഇതിന്റെ രുചിയെക്കുറിച്ച് അവൻ അവന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവരെയും കൂട്ടി അവൻ ഇവിടെ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം, ഇതും എന്റെ മോന് വലിയ ഇഷ്ടാ. ആ, പപ്പടം, പിന്നെ ഉള്ളിത്തോരൻ വെച്ചില്ലല്ലോ. ഇത് പലപ്പോഴും അവൻ എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കാറുണ്ട്. എന്തായാലും ഇതെല്ലാം കൂട്ടി എന്റെ മോന് നല്ലൊരു ഊണ് കൊടുക്കണം. അവൻ മനസ്സ് നിറഞ്ഞ് കഴിക്കട്ടെ. വിഷ്ണുവിനെ കാണാനായിട്ട് അകത്തുണ്ട്, പോയി കണ്ടോളൂ. എന്താ സർ? ഞാൻ ആ ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിന്റെ അമ്മയാ. ഈ ഭക്ഷണം എനിക്ക് അവനൊന്ന് കൊടുക്കണം. അതിപ്പോ ACP സാർ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതുമല്ല, പുറത്തു നിന്നുള്ളത് അങ്ങനെ. ഇത് കുറച്ച് ഭക്ഷണമല്ലേ? ഞാൻ അവന്റെ അമ്മയല്ലേ? എന്റെ മകൻ ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ അവൻ എന്തെങ്കിലും കഴിച്ചു ഇല്ലയോ എന്നറിയാതെ എനിക്ക് അവിടെ എന്തെങ്കിലും കഴിക്കാൻ തോന്നൂ? മക്കള് പട്ടിണിയിരുന്ന മക്കൾക്കത് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ കത്തിയൊരുകുന്നത് അമ്മമാരുടെ ഉള്ളായിരിക്കും. എനിക്കറിയാം എന്റെ മകൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. അതിന്റെ നീറ്റലും വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.